മെസ്സിയുടെ അർജന്റീനയെ അവസാന നിമിഷം വരെ വിറപ്പിച്ച കാബോ വെർദെ ടീം വെറുമൊരു അണ്ടർഡോഗ് കഥയല്ല. ഇത് പോരാട്ടത്തിന്റെ, സ്വപ്നത്തിന്റെ കഥയാണ്. അത്ഭുതം എന്താണെന്നറിയാമോ? ഈ ടീമിലെ ഭൂരിഭാഗം താരങ്ങളും കാബോ വെർദയിൽ ജനിച്ചവർ പോലുമല്ല. യൂറോപ്പിലെയും മറ്റു രാജ്യങ്ങളിലെയും ലീഗുകളിൽ കളിക്കുന്ന പ്രവാസി താരങ്ങളെ കണ്ടെത്തിയാണ് ഈ ടീം കെട്ടിപ്പടുത്തത്. ചിലരെ കണ്ടെത്തിയത് വാട്സപ്പ് മെസ്സേജിലൂടെ, ചിലരെ ലിങ്ക്ഡിൻ വഴി. അതെ, ഒരു ലോകകപ്പ് ടീമിന്റെ അടിത്തറ പോലും സോഷ്യൽ മീഡിയ മെസ്സേജുകളിൽ നിന്നാണ് തുടങ്ങിയത്. 40-ാം വയസ്സിൽ ഗോൾ വള കാത്ത വൊസീഞ്ഞ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. റയാൻ മെൻഡസ്, കെവിൻ പിന്ന, ഗാരി റോഡ്രിഗസ്. വലിയ പേരുകളില്ലെങ്കിലും വലിയ ഹൃദയങ്ങളുള്ള താരങ്ങൾ. അർജന്റീനയ്ക്കെതിരായ നോക്കൌട്ട് മത്സരത്തിൽ അവർ കാണിച്ചത് ഭയമില്ലാത്ത ഫുട്ബോളായിരുന്നു. മെസ്സി പട മുന്നിലെത്തുമ്പോഴും അവർ തകർന്നില്ല. തിരിച്ചടിച്ചു, വീണ്ടും പൊരുതി. 2 തവണ അർജന്റീനയെ ഒപ്പത്തിനൊപ്പം പിടിച്ചു. ഒടുവിൽ എക്സ്ട്രാ ടൈമിലെ നിർഭാഗ്യകരമായ ഓൺ ഗോൾ. സ്കോർ 3-2. വിജയം അർജന്റീനയ്ക്ക്. പക്ഷേ ആ രാത്രി മൈതാനത്ത് തോറ്റത് കാബോ വെർദെ ആയിരുന്നില്ല. കാരണം അവർ ലോകത്തോട് തെളിയിച്ചു, വലിപ്പമല്ല, വിശ്വാസമാണ് ചരിത്രമെഴുതുന്നത്. ഒരു കൊച്ചു ദ്വീപ് രാജ്യം, ഒരു പ്രവാസി ടീം, ഒരു വലിയ സ്വപ്നം. കാബോ വെർദെ ലോകകപ്പിൽ നിന്ന് മടങ്ങിയത് തോൽവിയോടെയല്ല, ലോകത്തിന്റെ കയ്യടിയോടെയാണ്.